എല്ലാവരും അവരവരുടെ ജന്മത്തെപ്പറ്റി പല ആവർത്തി ചിന്തിച്ചിട്ടുണ്ടാവും. ചിലർ മുജ്ജന്മങ്ങളെപ്പറ്റിയും മറ്റു ചിലർ പുനർജന്മത്തെപ്പറ്റിയും ചിന്തിച്ച് കാട് കയറാറുണ്ട്. ജീവിതത്തിലെ ചില പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തിനിങ്ങനെ ഒരു ജന്മം, എന്ത് പാപമാണ് ഞാൻ മുജ്ജന്മങ്ങളിൽ ചെയ്തത്, ജനിക്കരുതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. എന്നാൽ ജീവിതത്തിൽ ചെറിയ ഒരു വെളിച്ചം ഉണ്ടാകുമ്പോൾ പലരും ഇത്തരം ചിന്തകൾ ഉപേക്ഷിക്കും. മറ്റു ചിലർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എന്താണ് ജന്മരഹസ്യം, ജീവിതത്തിൻ്റെ പൊരുളെന്ത്, എന്താണ് എൻ്റെ കർത്തവ്യം, ഇതൊക്കെയായിരിക്കും അവർ ചിന്തിക്കുക. അവർക്ക് പ്രപഞ്ചം ചില അറിവുകൾ നൽകിക്കൊണ്ടിരിക്കും. അവർ ആ വഴികളിലൂടെ മുന്നോട്ട് പോകും. ഒരു കാര്യം നമുക്ക് ഓർക്കാം, പ്രകൃതിയുടെ പ്രേരണ മൂലം ഒരു വലിയ മത്സരത്തിലൂടെയാണ് നാം അമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയതും അവിടെ 10 മാസം കഴിഞ്ഞതും പിന്നീട് പിറന്നതും. ലക്ഷോപലക്ഷം സഹബീജങ്ങളെ മത്സരത്തിലൂടെ പിന്നിലാക്കിയിട്ടാണ് നാം പൂജാതരായത്, അല്ലേ? എങ്കിൽ ഞാനൊരു വിജയിയാണെന്ന് ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുക. ആരാണ് നമ്മെ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചത്? പ്രപഞ്ചം എന്ന ശക്തിയല്ലേ. അതിനെയാണ് നാം എനർജി എന്ന് വിളിക്കുന്നത്. ആത്മാവ് എനർജിയാണ്. അഗ്നിയായി, ബുദ്ധിയായി, മനസ്സായി, ചിന്തയായി ആ ശക്തി നമ്മെ മുന്നോട്ട് നയിക്കുന്നു. കണ്ടും കേട്ടും രുചിച്ചും സ്പർശിച്ചും മണമറിഞ്ഞും ബാഹ്യപ്രപഞ്ചത്തെ അറിയുന്നതോടെ തീരുന്നില്ല ജീവിതം. ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങൾക്കതീതമായി അന്തരിന്ദ്രിയങ്ങളിലൂടെ നമുക്ക് മാത്രമായുള്ള ചില കഴിവുകളെ ലോകത്തിന് ഹിതകരമാകും വിധം അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നതാണ് ജീവിതം. അത് നമ്മിൽ നിന്നും പ്രപഞ്ചം ആഗ്രഹിക്കുന്നു. അത് ഭംഗിയായി അവതരിപ്പിക്കണം. ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ പറയും പോലെ, വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. നമുക്കൊരു വേഷമുണ്ട് ഈ ലോകമെന്ന നാടകത്തിൽ. അത് ഭംഗിയായി അഭിനയിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ആ കർത്തവ്യം മനനത്തിലൂടെ ഓരോ വ്യക്തിയും കണ്ടെത്തണം. കൃത്യമായ ജനന സമയത്തിൻ്റെ സഹായത്താൽ ഒരു നല്ല ജ്യോതിഷൻ തയ്യാറാക്കുന്ന ഗ്രഹനിലയിൽ നമ്മുടെ കർത്തവ്യങ്ങൾ ഗ്രഹവിന്യാസ രീതിയിൽ കിടക്കുന്നത് അദ്ദേഹം കാണിച്ചു തരും. ജ്യോതിഷൻ ഗ്രഹനില വിശദീകരിക്കുമ്പോൾ അറിവിൽപ്പെട്ട കാര്യങ്ങൾ സ്വന്തം അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യണം. നിങ്ങൾ ആരെന്നും ജനനോദ്ദേശ്യം എന്തെന്നും പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് സാധിക്കും. മനുഷ്യനെ നേരായ മാർഗത്തിൽ നയിക്കുവാനാണ് ജ്യോതിഷം ആവിർഭവിച്ചത്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരല്പം മുമ്പേ അറിയാൻ സാധിച്ചാൽ നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാം, മനസ്സിനെ സജ്ജമാക്കി വെക്കാം. ഒരു ദുരന്തം ഓർക്കാപ്പുറത്ത് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന സംഭ്രമം അത് നേരത്തെ അറിഞ്ഞാൽ ലഘൂകരിക്കാമല്ലോ. അതിന് ജ്യോതിഷൻ നമ്മെ സഹായിക്കും. യൂട്യൂബിൽ ചില പണ്ഡിതന്മാർ സനാതനധർമ്മത്തെ വിശദീകരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ധർമ്മം എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തിയെപ്പറ്റിയാണ് പലരും സംസാരിക്കുന്നത്. ധർമ്മം എന്നാൽ കർത്തവ്യം എന്നാണ് അർത്ഥം. സനാതനം എന്ന പദത്തെ പലരും വിസ്മരിച്ച് കളയുന്നു. എന്നും പാലിക്കേണ്ടത് എന്ന അർത്ഥമാണ് അവർ സനാതനത്തിന് നൽകുന്നത്. ഋഷികൾ സ്മൃതികളിൽ പലയിടങ്ങളിലായി പറഞ്ഞു വച്ച ചില ശ്ലോകങ്ങൾ ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അച്ഛനോടും അമ്മയോടും ഭാര്യയോടും സഹോദരങ്ങളോടും മക്കളോടും ഭർത്താവിനോടും ഗുരുക്കന്മാരോടും ഓരോ വ്യക്തിയും ചെയ്യേണ്ട ധർമ്മമാണ് സനാതനധർമ്മമെന്ന് അവർ പറയുന്നു. പക്ഷേ മൃഗങ്ങളും മീനുകളും പക്ഷികളും സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളെ പരിപാലിക്കുന്നത് നാം കാണുന്നുണ്ട്. അവരെ ആരും ഈ ധർമ്മം പഠിപ്പിച്ചതല്ല. മനുഷ്യൻ വിശേഷബുദ്ധിയുള്ള ജീവിയായതിനാൽ സമൂഹത്തിൻ്റെ മൂല്യം നിലനിർത്താൻ സൃഷ്ടിച്ചതാണ് ഇവയെല്ലാം. ഈ ധർമ്മങ്ങൾ അനേകായിരം വർഷങ്ങളായി ഭാരതത്തിൻ്റെ സംസ്കാരമായി നിലകൊള്ളുന്നു. ഋഷികൾക്ക് മുമ്പും
ഇവ പരിപാലിക്കപ്പെട്ടിരുന്നുവെന്ന് വേണം കരുതാൻ. സനാതനം എന്ന പദത്തെ അല്പം അർത്ഥവ്യാപ്തിയോടെ നാം കാണേണ്ടതുണ്ട്. എന്നും നിലനിൽക്കുന്നതും നശിക്കാത്തതും എന്നാണ് വാക്കിനർത്ഥമെങ്കിലും ധർമ്മവുമായി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ നിലനിർത്തേണ്ടതും നശിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതുമായ മൂല്യങ്ങൾ എന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത്. ജന്മാന്തരങ്ങളിലൂടെയുള്ള പ്രയാണമാണ് ജീവികളുടേത്. ആത്മാവ് നശിക്കുന്നില്ല, പുനർജനിക്കുന്നുവെന്നാണ് ഋഷികൾ പറഞ്ഞു തന്നത്. നമുക്ക് പുനർജനിക്കാൻ ഈ ഭൂമിയേ ഉള്ളൂ. മറ്റു ഗ്രഹങ്ങളിലോ താരാപഥത്തിൽ മറ്റെവിടെയെങ്കിലുമോ ജീവനുള്ളതായി അറിവില്ല. മനുഷ്യജന്മം കൊണ്ട് നാം ചെയ്യേണ്ട പ്രധാന ധർമ്മം ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നതാണ്. എന്നും നിലനിർത്തേണ്ടതും നശിപ്പിക്കാൻ പാടില്ലാത്തതും ഭൂമി എന്ന അത്താണിയാണ്. അതാണ് എല്ലാവരും അനുഷ്ഠിക്കേണ്ട പൊതുവായ സനാതനധർമ്മം. ബാക്കിയെല്ലാം തുടർന്നു വരുന്നതാണ്. മൃഗങ്ങളും പക്ഷികളും ഈ ധർമ്മം ശരിയായി പാലിക്കുന്നുണ്ട്. നാം അത് പാലിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യം. ഏതു ജീവിയും ജനിക്കുന്നത് അതിൻ്റെ പരമ്പരകളെ സൃഷ്ടിക്കുവാനാണ്. ആ ചങ്ങലയിലെ ഒരു കണ്ണി മാത്രമാണ് നാം. നമ്മുടെ വരും തലമുറകൾക്ക് ജീവിക്കാനുള്ള ഭൂമിയെ നല്ലതായി കാത്തു സൂക്ഷിക്കുവാനുള്ളതാണ് നമ്മുടെ ജന്മം. ആധുനികവൽക്കരണത്തിൻ്റെ പേരിൽ വനനശീകരണവും ജലവായു മലിനീകരണവും നമ്മെ ആഗോള താപനത്തിൽ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ മനോഹരമായ ഭൂമിയുടെ സന്തുലനാവസ്ഥയെ തകർക്കാതെ പ്രകൃതിയെ ശീതളമായി സൂക്ഷിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം. മരങ്ങൾ നൽകുന്ന നൈസർഗികമായ ജീവവായു നമുക്ക് വേണം. അകാല മരണവും അസുഖങ്ങളും നിയന്ത്രിക്കപ്പെടണം. സഹജീവികളായ മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ജലജീവികളും സംരക്ഷിക്കപ്പെടണം. ഋഷികളും അവരുടെ മുൻഗാമികളും സനാതനമായി കരുതിയിരുന്നത് ഈ ആശയങ്ങളെയല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉപദേശിച്ചത് മറ്റെന്തിനു വേണ്ടിയാണ്? ഭൂമിയിൽ സമാധാനവും സന്തോഷവും സാഹോദര്യവും നിലനിർത്താൻ മനുഷ്യനെ സാധിക്കൂ. സനാതനധർമ്മത്തിൽ അഭിമാനിക്കുന്ന ഏതു മനുഷ്യനും മാനസാന്തരത്തിന് തയ്യാറാകണം, ത്യാഗം ചെയ്യണം. ഒരു കാലം സൂര്യനെപ്പോലെ ചുട്ടുപഴുത്ത ഒരു ഗ്രഹമായിരുന്നു ഭൂമി. കാലാന്തരത്തിൽ വാതകങ്ങൾ സംയോജിച്ചു മഴയുണ്ടായി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പെയ്ത മഴയിലാണ് ഭൂമി ഇന്നത്തെ രീതിയിൽ കരരൂപത്തിലായത്. സമുദ്രങ്ങളുണ്ടായി, ചെടികളും വൃക്ഷങ്ങളും ഉണ്ടായി, പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും ബുദ്ധിയുള്ള മനുഷ്യനുമുണ്ടായി. മനുഷ്യന് എന്തിനാണ് വിശേഷ ബുദ്ധി തന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയെപ്പറ്റിയും മറ്റു ഗ്രഹങ്ങളെപ്പറ്റിയും ആഴത്തിൽ ചിന്തിച്ച് ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളാൻ, ഇത് സ്വർഗമാണെന്ന് തിരിച്ചറിയാൻ. ഈ പ്രപഞ്ചത്തിൽ ഭൂമി അല്ലാതെ മറ്റൊരു സ്വർഗമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ആസ്വദിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും വിഷമമില്ലേ ഈ ഭൂമി വിട്ടുപോകുവാൻ? നമ്മൾ ഭാഗ്യം ചെയ്തവരത്രേ. എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഭൂമി നമുക്ക് സ്വന്തം അമ്മയാണ്. നമ്മുടെ ജന്മവാസനകളെല്ലാം ഇഴുകിച്ചേർന്ന ഇടം ഇതാണ്. പ്രകൃതി ഭംഗികൾ, ബന്ധങ്ങളുടെ ആഴങ്ങൾ മറ്റെങ്ങുമില്ല. കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരില്ല. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പ്രത്യാശയോടെ വയലാർ പാടിയിട്ടുണ്ട്. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ട തായേ എന്ന് ഉള്ളൂർ പാടിയിട്ടുണ്ട്. സനാതനധർമ്മം ഒരു മതത്തിൻ്റെ സ്വകാര്യ ദർശനമല്ല. ചിന്തിക്കുന്ന മനുഷ്യൻ ഉണ്ടായ കാലത്തെ ആവിർഭവിച്ചതാണ് ഈ ദർശനം. മനുഷ്യത്വമാണ് ഇതിനടിസ്ഥാനം. ഹിന്ദുമതം സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്ന് പലരും അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. അധികാരലബ്ധിക്കായി വഞ്ചന ചെയ്തും കൊല നടത്തിയും പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നതെല്ലാം മിഥ്യയായിരുന്നുവെന്ന് മനുഷ്യൻ എപ്പോഴാണ് തിരിച്ചറിയുക?
സ്വന്തം ചിന്തയിലൂടെ കണ്ടെത്തേണ്ട വിശിഷ്ട ഗുണമാണ് സനാതനധർമ്മം. മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ ഉപദേശം കൊണ്ടോ നേടേണ്ടതല്ല. ഭക്ഷണത്തിനായും പ്രതികാരത്തിനായും സഹജീവികളെ നിർദ്ദയം കൊന്നൊടുക്കുന്ന കിരാത മനസ്ഥിതി ഇന്നും തുടരുകയാണല്ലോ. കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് ചിലർ പറയുന്നത് കേട്ടു. കൊന്നാൽ പാപം തിന്നേ തീരൂ എന്നതാണ് പ്രപഞ്ച സത്യം. അതാണ് മനസ്സിലാക്കേണ്ടത്. പാപപങ്കിലമായ ജീവിതം നയിച്ച് ഒടുവിൽ മഹാരോഗങ്ങൾ പിടിപെട്ട് മരണശയ്യയിൽ കിടന്ന് നാമജപം ചെയ്തിട്ട് എന്ത് കാര്യം? കർമ്മഫലം ജന്മാന്തരങ്ങളിലേക്ക് വ്യാപിക്കുക തന്നെ ചെയ്യും. വരും ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ സ്വയം കൃതമെന്ന് എത്ര പേരറിയും? സനാതനധർമ്മം ആചരിക്കുന്ന മനുഷ്യന് സുഖമരണം തന്നെ ലഭിക്കും. അവർ ഭൂമിയാകുന്ന സ്വർഗത്തിൽ പുനർജനിക്കുകയും ചെയ്യും.